അങ്ങനെ നമ്മൾ വിധാന സൗധയും വികാസ സൗധയും കഴിഞ്ഞിരിക്കുകയാണ് ബാംഗ്ലൂർ സിറ്റിയിൽ ഉള്ള അംബേദ്കർ റോഡിലുള്ള. നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂരിൻ്റെ ഔട്ട്സ്കേർട്സ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ബാംഗ്ലൂരിൻ്റെ സിറ്റിക്ക് പുറത്തുള്ള ഒരു സ്ഥലത്തോടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പക്ഷേ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് വളരെ മനോഹരമായ സിറ്റിയുടെ കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. വളരെ പ്രശസ്തമായ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. സ്റ്റേഡിയം മുഴുവനായിട്ട് കാണത്തില്ലെങ്കിലും അതിൻ്റെ പുറം ഭാവമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വളരെ പ്രശസ്തമായ അതും വളരെ പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ, പ്രശസ്തമായ കോളേജുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്രിക്കറ്റർ രാഹുൽ ദ്രാവിഡ് പഠിച്ച കോളേജ്, ഇതൊക്കെ നമുക്ക് സൈഡിൽ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പം ഈ ഒരു യാത്ര വളരെ നമുക്ക് ഒരിക്കലും മടുക്കാത്തൊരു യാത്രയാണ് ഈ റോഡിൽ കൊണ്ടുള്ള ഈ ഒരു ബസ് യാത്ര എന്ന് പറയുന്നത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, ഇന്ന് സാധാരണ ബാംഗ്ലൂർ എന്ന് വെച്ചാൽ ട്രാഫിക് ജാമിൻ്റെ ഒരു കേന്ദ്രമാണ്. പക്ഷേ ഇന്ന് അധികം ട്രാഫിക് കാണുന്നില്ല. പ്രത്യേകിച്ച് സൺഡേ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം, എന്താണെന്നറിയത്തില്ല. ഓഫീസ് ടൈം ഒന്നും അല്ലാത്തതുകൊണ്ടായിരിക്കും ട്രാഫിക് വളരെ കുറവാണ് കാണുന്നത്. സാധാരണ ഈ സമയത്തൊക്കെ വന്നാൽ നല്ല ട്രാഫിക് കുരുക്കിൽ നമ്മൾ പെട്ടുപോകുന്നതാണ്. നമുക്കത് കാണാൻ നമുക്ക് കുറേ ബിസിനസ് സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ബിൽഡിങ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് സിഗ്നൽസ് ഉണ്ട്. സിഗ്നൽസ് കുറച്ച് നേരം നിൽക്കേണ്ടി വരും. എങ്കിലും യാത്ര വളരെ സ്മൂത്താണ്. ബസ്സിൽ അധികം റോഡിൽ കിടക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നില്ല. അപ്പം ഈ പോകുന്ന വഴിക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വളരെ വൃത്തിയോടുകൂടി പരിപാലിക്കപ്പെടുന്ന ഒരു സിറ്റിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഈ പോകുന്ന പ്രദേശം വളരെ വൃത്തിയായിട്ടായിരിക്കുന്നത്. ബാക്കിയുള്ള എനിക്കറിയത്തില്ല. പക്ഷേ കണ്ടിടത്തോളം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ സിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ അഭിനന്ദനം തന്നെ അറിയിക്കുന്നു.